കേരളത്തിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിക്കുകയാണ്. ഓരോ കുടുംബങ്ങളിലെയും സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ പരസ്പരം അംഗീകരിക്കാത്തതും സംശയരോഗവും വഴിവിട്ട ബന്ധങ്ങളുമൊക്കെയാണ് ദാമ്പത്യ തകർച്ചയുടെ കാരണമായി പറയുന്നത്. ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ ബന്ധം പിരിയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടക്കൊലപാതകവും ആത്മഹത്യയുമൊക്കെ അരങ്ങേറുന്നത് നിത്യസംഭവമാകും. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഭാര്യയും മകനെയും തീകൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ജീവനൊടുക്കിയ കേസ് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജേന്ദ്രനും ഭാര്യ ബിന്ദുവും തമ്മിൽ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ചെറിയ രീതിയിലുള്ള വഴക്കും പ്രശ്നവുമൊക്കെ ഉള്ളതാണ്. പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞുമുണ്ടായി. എന്നിട്ടും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് ആർദ്യമൊന്നും ഉണ്ടായില്ല. രാജേന്ദ്രന്റെ ഉപദ്രവവും മാനസിക പീഡനവും കാരണം 8 മാസം മുൻപ് ബിന്ദു സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ ദിവസം മകനെയും കൂട്ടി സാധനങ്ങൾ എടുക്കാനായി ഭർത്തൃ വീട്ടിലേക്ക് വന്നപ്പോഴായിരുന്നു ആ ദുരന്തമുണ്ടായത്. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ രാജേന്ദ്രൻ ഭാര്യയ്ക്കും മകനും നേരെ ടിന്നറൊഴിച്ച് തീ കൊളുത്തി. പിന്നാലെ അയാളും ജീവനൊടുക്കി. ഗുരുതരമായി പൊള്ളലേറ്റ ബിന്ദുവും മകൻ അമലും ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാജേന്ദ്രനും ബിന്ദുവും 8 മാസത്തോളമായി അകന്നു കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ബിന്ദു തന്റെ സാധനങ്ങൾ എടുക്കുന്നതിനായി മകനെ കൂട്ടി രാജേന്ദ്രന്റെ വീട്ടിലെത്തി. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ രാജേന്ദ്രൻ വീട്ടിൽ കരുതിയിരുന്ന തിന്നർ ഇവരുടെ ദേഹത്തും സ്വന്തം ശരീരത്തിലും ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും രാജേന്ദ്രൻ പൊള്ളലേറ്റു മരിച്ചിരുന്നു. വർക്കല ഫയർഫോഴ്സും അയിരൂർ പോലീസും സ്ഥലത്തെത്തിയാണ് ബിന്ദുവിനെയും മകനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചികിത്സയ്ക്കിടെ രാവിലെ മകൻ അമലും ഉച്ചയോടെ ബിന്ദുവും മരിച്ചു. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നാണ് ആദ്യഘട്ടത്തിൽ പ്രചരിച്ചതെങ്കിലും പെയിന്റ് പണിക്കാരനായ രാജേന്ദ്രൻ തിന്നർ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഉപയോഗിച്ചാണ് തീ കൊളുത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞിരുന്നതാണ് ഭാര്യയും ഭർത്താവായിട്ട്. മക്കള് ആ ഭാര്യയുടെ കൂടെ ഇന്ന് അവര് വീട്ടു സാധനങ്ങൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം എന്നുള്ള അറിയത്തില്ല. എത്ര പേരുണ്ടായിരുന്നു സാറേ? അയാള് അമ്മയും ഉണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. ഇത് ഭർത്താവ്. അവർ രണ്ടുപേരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പൊള്ളലേറ്റുണ്ടോ? സാരമായ ഗുരുതരമാണോ? ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. അതെങ്ങനെയാണ് തീ പിടിച്ചതെന്നുള്ള അവരുടെ മൊഴിയെടുത്താലേ അറിയാൻ പറ്റത്തുള്ളൂ. ഫാമിലിയായിട്ട് പ്രശ്നം ഉണ്ടായി. ഒരു പിണക്കത്തിലായിരുന്നു. ഇപ്പോൾ ഒത്തീർപ്പാക്കി ഇവിടെ വരാൻ പറഞ്ഞു. ഒത്തീർപ്പ് വഴി സാധനമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെ വന്നതാണെന്നാണ് അറിയുന്നത്. മരിച്ച ആളുടെ വരുന്നത് രാജേന്ദ്രൻ. എന്താ ജോലി ചെയ്യുന്നത്? പെയിന്ററാണ്. ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. രാജേന്ദ്രനും ബിന്ദുവിനും 4 മക്കളാണ്. ഇവരിൽ മൂത്ത മകൻ വിദേശത്താണ്, മകൾ വിവാഹിതയും. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ആറ്റിങ്ങൽ.